നമ്മൾ ദിവസേന ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കുടിക്കുന്നവരാണ്. ഇപ്പം നമ്മൾ KFC പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ചിക്കനോടൊപ്പം നമ്മൾ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കാറുണ്ട്. പെപ്സി, 7up, കൊക്കക്കോള ഇതൊക്കെ നമ്മൾ കുടിക്കാറുണ്ട്. അതുപോലെ ഇപ്പോൾ കല്യാണ വീടുകളിലോ അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ കയറി നമ്മൾ കൂടുതലായിട്ടും എല്ലാവരും നോൺ വെജ് ഐറ്റംസ് ഫുഡ് കഴിക്കുമ്പോൾ അതിന് കൂടുതൽ എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു സാധനം 7up ആണ്. അതിൻ്റെ ഒരു ട്രെൻഡ് ഇപ്പോൾ വളരെ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര രീതിയിൽ തന്നെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് 7upൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും 7up എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയാമോ? പഞ്ചസാര, കാർബണേറ്റഡ് വെള്ളം എന്നൊക്കെയാണ് ഇതിന് മറ്റ് പേരുകൾ. ഇതിൻ്റെ ഹിസ്റ്ററി നമുക്കൊന്ന് നോക്കാം. ഇത് ഏത് കാലത്താണ് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? 1920 സെൻറ്റ് ലൂയിസിൽ തൻ്റെ കമ്പനിയായ ദി ഹൗഡി കോർപ്പറേഷൻ ആരംഭിച്ച ചാൾസ് ലിപ്പർ ഗ്രിഗ് ആണ് 7up സൃഷ്ടിച്ചത്. 1929 ഗ്രിഗ് നാരങ്ങ സോഫ്റ്റ് ഡ്രിങ്ക്സിനുള്ള ഫോർമുല കണ്ടുപിടിച്ചു. 1929 വാൾ സ്ട്രീറ്റ് ക്രാഷിന് 2 ആഴ്ച മുമ്പ് ഇത് പുറത്തിറക്കുകയും ചെയ്തിരുന്നു. നമ്മൾ സ്ഥിരം കുടിക്കുന്ന ഈ 7upൻ്റെ ലോഗോ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 7up പണ്ട് കാലങ്ങളിൽ ഔൺസ് കുപ്പികളിലാണ് വിറ്റിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് 7up എന്ന പേര് വന്നത്. കൊക്കക്കോളയും മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സും എല്ലാം ഔൺസ് കുപ്പിലാണ് വന്നിരുന്നത്. എന്നതിനാൽ ഇത് 7up 7ൻ്റെ അടിയിൽ വരുന്നത് കൊണ്ടാണ് ഇതിന് 7up എന്നതും അല്ലെങ്കിൽ ഇതിന് ചിയേഴ്സും എന്നും അറിയപ്പെടുന്നു. ഇങ്ങനെ 2 അർത്ഥമാണുള്ളത്. 7upൻ്റെ ഈ ഒരു ചിഹ്നം എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഫിഡോഡിഡോ, ഇതൊരു ഭാഗ്യചിഹ്നമായിട്ടാണ് 7up കാണുന്നത്. ജൊമാന ഫെറോണും ന്യൂറോസും ചേർന്ന് സൃഷ്ടിച്ച ഒരു കാർട്ടൂണാണിത്. ഇതൊരു കാർട്ടൂൺ കഥാപാത്രമായി ആരംഭിച്ച 7upൻ്റെ മാസ്കോട്ടാണ് ഫിഡോഡിഡോ. 1985 റോസ് ആദ്യം ഒരു നാപ്കിൻ, അത് നമ്മുടെ ടിഷ്യൂ പേപ്പറിൽ അതിൻ്റെ ചിത്രം വരച്ചു. തുടർന്ന് അവളും ഫെറോണും ഫിഡോഡിഡോയ്ക്ക് വേണ്ടിയാണ് ഫിഡോ ആർക്കും എതിരല്ല എന്ന മുദ്രാവാക്യം ഉൾക്കൊള്ളുന്ന ടീഷർട്ടുകളാണ് ആദ്യം നിർമ്മിച്ചത്. അതിനുശേഷമാണ് ഇത് 7upൻ്റെ ഒരു ഭാഗ്യചിഹ്നമായി മാറിയിരിക്കുന്നത്. ഇത്രയൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ദൂഷ്യവശം കൂടെ ഞാൻ പറയണമല്ലോ. ഇത് സ്ഥിരമായി നിങ്ങൾ കഴിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടും. കാരണം നിങ്ങളൊരു ഷുഗർ രോഗിയായി തീരാൻ വേണ്ടി ഇത് സ്ഥിരമായിട്ട് കഴിച്ചാൽ മാത്രം മതി. ഇതിന് 100 ml, കാരണം ഇതിൻ്റെ കുറേ കണ്ടൻ്റായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ബോട്ടിലിൻ്റെ ബേക്കിൽ. പക്ഷേ അതിൻ്റെ ആ മുകളിൽ, ആ കോളത്തിൻ്റെ മുകളിൽ പെർ 100 ml എന്ന് എഴുതിയിട്ടുണ്ട്. അതാരും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ കണ്ടോ ടോട്ടൽ ഷുഗർ 9.8, അതുപോലെ ആഡഡ് ഷുഗർ 9.8. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. അതൊക്കെ ശരീരത്തിന് പറ്റുന്നതാണോ, കാർബോഹൈഡ്രേറ്റൊക്കെ നമ്മുടെ ശരീരത്തിന് കൊള്ളുന്നതാണോ എന്ന് നോക്കാം. കാരണം ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് കൂടുതലും ഉള്ളത്. അപ്പം ഇതൊരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല. നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിന് മിതമായ അളവിൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.